അസ്സലാമലൈക്കും, വെൽക്കം ടു ഫാസ്റ്റ് ബ്ലോഗ്. ഇപ്പോൾ ഈ രണ്ട് ചെറുകൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അവിടെ വന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഫോട്ടോ ചെയ്ത് വന്നാൽ എല്ലാവരും എടുക്കുന്ന ഒരു ഫ്രെയിമിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചി തന്നെയാണ്. ഫോർട്ട് കൊച്ചി പരിസരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നലെ കാണിക്കാം. ഇത് നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഒരു എൻട്രിയാണ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കണാണ്. നമ്മളിങ്ങനെ ഓരോ സ്ട്രീറ്റ് ഇങ്ങനെ ഫസ്റ്റ് വണ്ടിക്ക് പോയി, പിന്നെ നടന്നു പോയി. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഇത് ബിഷപ്പ് ഹൗസാണ് ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ ഇതുപോലത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. മുഴുവനായിട്ടില്ലെങ്കിലും കുറച്ചൊരു ഭാഗം ഈ വീഡിയോയിലുണ്ട്. ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ എൻട്രൻസിൽ നമ്മൾ കയറി ഫസ്റ്റ് ഭാഗം തന്നെ കുറച്ച് മീൻ പിടിക്കുന്ന ഏരിയകളുണ്ട്. കുറേ ഫിലിംസിലേക്ക് ഉള്ളതാണ്. നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണുന്നത്. തന്നെ നല്ല വ്യൂ ആണ്. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റോറോ സർവീസാണത്. ചെറിയ മീൻ പിടിക്കണ ബോട്ടുകളൊക്കെ ഈ ഏരിയയിലേക്കാണ് അടുക്കുന്നത്. ബോട്ടെന്ന് പറയുമ്പോൾ വഞ്ചി അങ്ങനത്തെ ടൈപ്പുള്ളത്. ഇവിടെ ഒരു ഏരിയ ഉണ്ട്, അവിടെ വന്നിട്ടാണ് വഞ്ചികൾ അടുക്കുന്നത്. എന്നിട്ട് ഇവിടെ തന്നെ ലേലം വിളിച്ചിട്ട് മീൻ സെയിൽ ചെയ്യും. ചീന വലകളുണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ വള്ളങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് അവർ കയറ്റിയിരുന്നത്. അവർ മീൻ പിടിക്കാൻ പോയിട്ട് വഞ്ചി കയറ്റുന്ന ഒരു സീനാണിത്. ഇത് കുറേ പേര് പിടിച്ചിട്ട്, ഇത് ഒരു വഞ്ചിയിലെ ആൾക്കാരല്ല, രണ്ടോ മൂന്നോ വഞ്ചിയില്ല ചേട്ടന്മാരാണിത്. അവർ പരസ്പരം സഹായിച്ചു കൊടുത്തിട്ട് ഒരു കോലൊക്കെ വഞ്ചിയുടെ താഴെ വെച്ചിട്ടാണ് ഇങ്ങനെ തള്ളി കയറ്റി കരയിൽ കയറ്റി വെക്കുന്നത്. ഒരു ഭാഗത്ത് മീൻ വിൽക്കാനുള്ളൊരു സ്ഥലം കുറേ ഉണ്ട്. അതായത് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അധികം തിരക്കില്ല. ഇല്ലെങ്കിൽ കുറേ കടകൾ മീൻ വിൽക്കാനുള്ളതും അവിടെ നിന്ന് തന്നെ നന്നാക്കി തരും. പിന്നെ നമുക്ക് വേറൊരു ഏരിയ ഉണ്ടായിരുന്നു, മീൻ വാങ്ങിയിട്ട് അവർ കുക്ക് ചെയ്ത് തന്നെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അത് കുറച്ച് നീങ്ങിയിട്ടാണ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടാണെന്നുകൊണ്ട് വളരെ ചുരുക്കം മീനുകളുള്ളൂ. അതായത് പല വെറൈറ്റീസ് ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ വെറൈറ്റീസൊക്കെ കുറവാണ്. നമ്മൾ വാങ്ങിയാൽ അവിടെ നിന്ന് തന്നെ അവർ ക്ലീൻ ചെയ്ത് തന്നെ തരും. ഒരു ചേട്ടൻ മീൻ പിടിച്ചിട്ട് വലയിൽ നിന്ന് മീൻ വേർപ്പെടുത്തി എടുക്കുന്നതാണ് ഇത് കാണുന്നത്. ചെറിയ മീനൊക്കെ ഉണ്ടോന്നാണ് ചേട്ടന് കിട്ടിയിരിക്കുന്നത്. കുറച്ചു നേരം അത് നോക്കി നിന്നു. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. ഇതൊരു പ്രത്യേകതരം മീൻ പിടിക്കാൻ പോകുന്ന എന്താ പറയുക, തെർമോകോൾ പീസസ് ഒരുമിച്ച് കെട്ടിയിട്ട് ഒരു ചെറിയ ബോട്ട് പോലെ ഉണ്ടാക്കിയെടുത്തേക്കണതാണ്. ഇവർ അധികം ലോങ് പോവാതെ തന്നെ വല വീശിയിട്ട് മീൻ പിടിക്കും. ഞാൻ ഇതിന് മുമ്പ് ഒരു വ്ളോഗിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്, അതായത് പുറം കടലിൽ മീൻ പിടിക്കാൻ പോയൊരു വലിയ ബോട്ടുണ്ട്. അപ്പോൾ ചെറിയ വഞ്ചി കൂടി ഉണ്ടാവും. അപ്പോൾ അത് പുറം കടലിൽ നിന്ന് കരയിലേക്ക് അടുക്കുന്ന ഒരു സീനാണ് ഇത് കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബീച്ചിൻ്റെ ഒരു സൈഡ് ക്ലോസ്ഡ് ആയിരുന്നു, എല്ലാ സൈഡും ബീച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ടായില്ല. ഞാൻ വ്ളോഗ് ചെയ്യാൻ പോയപ്പോൾ കൊറോണ ടൈം അല്ലാത്തപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. കടകളൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ക്ലോസ്ഡ് ആണ്, ആകെ കാലിയായിട്ടാണ് ബീച്ച് കിടക്കുന്നത്.
ഇതുപോലുള്ള ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു, ചെറുത്. ഇപ്പോൾ നിലവിൽ ആകെ ഈ 2 മാത്രമേ കാണാനുള്ളൂ. ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാവും ഇങ്ങനെ ഓപ്പൺ ആയിട്ടില്ലാത്തത്. ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഒരു ചർച്ചാണിത്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ആ കാണുന്ന സ്തൂപം പോലത്തതാണ് നമ്മുടെ വാസ്കോ ഡ ഗാമനെ മരിച്ചിട്ട് അടക്കിയിരിക്കുന്ന സ്ഥലമാണത്. നമുക്ക് ജസ്റ്റ് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഫസ്റ്റ് എൻട്രിയിൽ നിന്ന് ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ച് നടന്നാൽ മതി. ഈ കാണുന്ന മരത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് ഭയങ്കര പഴക്കം ചെന്നൊരു മരമാണ്. ഇതിന് പറയുന്നത് മുത്തശ്ശി മരം എന്നാണ് വിളിക്കാറ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ന്യൂ ഇയറിന് പപ്പാനെ കത്തിക്കുന്നത് ഈ ഏരിയയിലാണ്. ഇതിന് മുന്നേ നമുക്ക് ബീച്ചിലായിരുന്നു കത്തിക്കാൻ സൗകര്യം ഉണ്ടായത്. ഈ ഒരു ബിൽഡിംഗ് എല്ലാവർക്കും നല്ല പരിചിതമുള്ള ഒരു ബിൽഡിങ്ങാണ്. നമ്മുടെ ബിഗ് ബിയിലെ ലൊക്കേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി ഇതുപോലത്തെ ഹാൻഡിക്രാഫ്റ്റും ഡ്രസ്സസുമെല്ലാം കടകളുണ്ടായിരുന്നു. ഫോറിനേഴ്സിന് പറ്റിയതും നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് ടൂറിസ്റ്റിന് പറ്റിയതുമായത്. ഇപ്പോൾ വളരെയധികം കടകൾ പൂട്ടിയിട്ടേക്കണം, വളരെ ചുരുക്കം മാത്രം ഓപ്പണിംഗ് ഉള്ളൂ. നമ്മൾ അവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോൾ നമ്മുടെ ഗായകൻ യേശുദാസിൻ്റെ വീടായിരുന്നു ഇത്. ഇതിപ്പോൾ ഒരു ഓൺലൈൻ ഓയോ ഹൗസ് ഓഫ് യേശുദാസ് ഓൺലൈൻ എന്തോ ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യണതാണ്. ഇതുപോലെ കുറേ സ്ട്രീറ്റുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കഫകളും പിന്നെ കുറേ ഡ്രസ്സിൻ്റെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഷോപ്സാണുള്ളതെല്ലാം പൊളിച്ചിട്ടേക്കണം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രീറ്റാണിത്. ഇതിൻ്റെ ബർഗർ സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട്. 2 സൈഡിലും അവർ താമസിക്കുന്നു. അവിടെയുള്ള ആംഗ്ലോ ഇന്ത്യൻസും ഒക്കെയാണ് താമസിക്കുന്നത്. പക്ഷെ നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടാവില്ല നടക്കാനായിട്ട്. എല്ലാവരും ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോൾ ഈ സ്ട്രീറ്റിൽ ജസ്റ്റ് സന്ദർശിക്കുക. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണിത്. ഈ കാണുന്ന ഏരിയ ഫുഡ് കോർട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ചില ഷോപ്സിൽ നമുക്ക് ഫ്രഷ് മീനുകൾ നമ്മുടെ ബീച്ചിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഫ്രഷായിട്ട് നമ്മൾ പറയുന്ന പോലെ അവർ ചെയ്തു തരും. പിന്നെ ഫോറിനേഴ്സിന് പറ്റിയ ഫുഡും നമുക്ക് പറ്റിയ ഫുഡും എല്ലാം ഉണ്ട് അവിടെ. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അടച്ചിട്ടേക്കാണ്. ഇത് തൊട്ടടുത്ത് നമുക്ക് കാണുന്നത് ഫോർട്ട് കൊച്ചി പാർക്കാണ്. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഞാൻ ചെന്ന ദിവസങ്ങളിലൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു ബീച്ചും പാർക്കൊക്കെ. പിന്നീട് അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ സ്ട്രീറ്റ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, അസ്സലാമു അലൈക്കും.